നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ലേഡീസ് പാർട്ടിലേക്ക്. വലിയ പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്തൊരു താരമാണ് ഇന്ന് അതിഥിയായി എത്തുന്നത്. നടനും ബിഗ് ബോസ് റിയാലിറ്റി ഷോ താരവുമായ ഗബ്രി ജോസ്. വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും മറുപടി പറയാനും ഒപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുമാണ് ഗബ്രി ഇന്ന് ന്യൂസ് 18 എത്തുന്നത്. ഗബ്രി, സ്വാഗതം ന്യൂസ് 18ലേക്ക്. നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഗബ്രി, തുടക്കത്തിൽ തന്നെ ചോദിക്കട്ടെ, ഗബ്രി ഒരു പുതുമുഖ നടനാണ്, നല്ലൊരു നടനാണ്. ഗബ്രി ജോസ് എന്ന നടനെയായിരുന്നോ ഞങ്ങൾ ബിഗ് ബോസിൽ കണ്ടത്, അല്ലെങ്കിൽ യഥാർത്ഥ ഗബ്രിയായിരുന്നു? യഥാർത്ഥ ഗബ്രിയുടെ ചില ഭാവ വ്യത്യാസങ്ങളായിരിക്കാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ അഭിനയത്തിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ക്യാരക്ടറാണ്. ഇവിടെ നമ്മൾ കൂടുതൽ ചെയ്യുന്നതും നമ്മളായിട്ട് നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ്. അപ്പോൾ എൻ്റെ ബേസിക് നേച്ചറായിട്ട് ഒരുപാട് സാമ്യതകളുള്ള ഒരു സംഭവമായിരിക്കും ബിഗ് ബോസിലൂടെ കണ്ടിട്ടുണ്ടാവാൻ സാധ്യത. കൂടുതലും അഭിനയം ഉണ്ടായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, അഭിനയവും ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു, നൃത്തങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കൂടിച്ചേരുന്ന ഒരു സംഭവമായിരുന്നു ബിഗ് ബോസ്. അഭിനയം മാത്രമല്ല. ശരി, പുറത്തുനിന്ന് വന്നതിന് ശേഷം ഗബ്രിക്ക് തോന്നുന്നത് എന്താണ്? ആരായിരിക്കും ബിഗ് ബോസിന്റെ വിന്നർ ആവുക? ടൈറ്റിൽ വിന്നർ ആരാകുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്? എനിക്ക് ആവണമെന്ന് ആഗ്രഹമുള്ളതും ഇപ്പോൾ അവിടെ മോസ്റ്റ് ഡിസേർവിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നതും ജാസ്മിൻ തന്നെയാണ്. ജാസ്മിൻ ഇസ് എ വെരി ഗുഡ് പ്ലെയർ. നല്ല റെസിലിയൻസ് ഉള്ള, നല്ല ക്ഷമാശീലമുള്ള, മനസ്സിൽ ഗ്രഡ്ജസ് വെക്കാതെ ഗെയിമായിട്ട് കണ്ട് ഗെയിമിന്റെ രീതിയിൽ മാക്സിമം എഫേർട്ട് ഇട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ് ജാസ്മിൻ. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നോക്കുന്ന സമയത്ത് ഇതൊരു ട്രാൻസ്ഫോർമേറ്റീവ് ഗെയിമും കൂടിയാണ്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷനും ഒരുപാട് കാര്യങ്ങളിൽ ജാസ്മിനിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി ഐ തിങ്ക് ജാസ്മിൻ ഇസ് ദ മോസ്റ്റ് ഡിസേർവിംഗ് ടു വിൻ. ഓക്കെ, ഈ പറഞ്ഞ അതേ ജാസ്മിനാണ് ഗബ്രി പുറത്താകാൻ കാരണമെന്ന് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ജാസ്മിന് വിന്നർ ആവാൻ വേണ്ടിയിട്ടാണ് ഗബ്രിയെ പുറത്താക്കിയതെന്നുള്ള തരത്തിൽ വിമർശനങ്ങൾ അടക്കം ഉയരുന്നുണ്ട്. ഒരു മത്സരാർത്ഥി അടക്കം ആ കാര്യം, പ്രത്യേകിച്ചും സിബിൻ എന്ന മത്സരാർത്ഥി അടക്കം ആ കാര്യം പറഞ്ഞിരുന്നു. എന്താണ് അതിനോടുള്ള പ്രതികരണം? എനിക്ക് വിമർശനങ്ങളോട് അങ്ങനെ പ്രത്യേകിച്ച് പ്രതികരണമൊന്നുമില്ല. കാരണം കൺസ്ട്രക്റ്റീവ് ആയിട്ടൊരു ക്രിറ്റിസിസം നമുക്ക് മനസ്സിലാക്കാം, അതായത് നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളിൽ. ഞാൻ ഒരാൾ കാരണം പുറത്തായി എന്ന് പറഞ്ഞാൽ ഞാൻ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അങ്ങനെ ആരെങ്കിലും കാരണമാണ് ഞാൻ പുറത്തായതെങ്കിൽ ഓഡിയൻസ് കാരണം പുറത്താവണം എന്നാണ് ഞാൻ പറയേണ്ടത്. കാരണം വോട്ടിംഗ് ബേസിസിൽ, പ്യുവർലി വോട്ടിംഗ് ബേസിസിൽ നടക്കുന്ന ഒരു ഷോ ആണ്. അപ്പോൾ അതിൽ വോട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പുറത്തുനിന്ന് കാണുന്ന പ്രേക്ഷകരാണ് അവിടെ ആര് നിൽക്കണം അല്ലെങ്കിൽ ആര് നിൽക്കരുത് എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഞാൻ ഔട്ടായത് നോർമൽ നോമിനേഷനിൽ വോട്ടിംഗ് ബേസിസിൽ ഏറ്റവും കുറവ് വോട്ടുകൾ കിട്ടിയ കാരണം കൊണ്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്നും പുറത്തായത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരാളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. കാരണം ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഗെയിം കളിച്ചിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പേഴ്സൺ ആണ് ജാസ്മിൻ. അപ്പോൾ ആ ജാസ്മിൻ കാരണം ഞാൻ പുറത്തായി എന്ന് പറഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റാണ് ഞാൻ പറയുള്ളൂ. കാരണം ആ വീട്ടിൽ ഞാൻ ഇത്രയും ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ ജാസ്മിനാണ്. കാരണം എന്താ പറയുക, നമുക്ക് തല പെരുത്ത് നിൽക്കുന്ന സമയത്ത് കൈവിട്ട് പോകാതെ ഒരു കംഫർട്ടായിട്ട് നിന്നിട്ടുള്ളത് ജാസ്മിൻ തന്നെയാണ്. അപ്പോൾ ജാസ്മിൻ കാരണം പുറത്തായെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. എൻ്റെ തന്നെ എന്തെങ്കിലും തെറ്റ് ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ കുറവുകൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. മേ ബി ഐ ഡിഡ്ന്റ് കണക്ട് വിത്ത് ദി ഓഡിയൻസ് ദാറ്റ് മച്ച്. ആളുകളായിട്ട്, പ്രേക്ഷകരായിട്ട് ഒരുപാട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ വിമർശിക്കുന്നവർക്ക് എന്ത് വേണമെങ്കിലും വിമർശിക്കാം. അതിൻ്റെ അകത്ത് നിന്ന് കളിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും ഞാനാണ്. അപ്പോൾ അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉത്തരം പറയേണ്ടത് ഞാൻ തന്നെയാണ്. ശരി, അത്തരത്തിൽ ഗബ്രിയുടെ വളരെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള, വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തിന്റെ കല്യാണം, ജാസ്മിന്റെ വിവാഹം മുടങ്ങിയതിന് കാരണം ഗബ്രി ആണെന്നുള്ള തരത്തിലുള്ള ഓൺലൈൻ ചർച്ചകൾ അടക്കം നടക്കുന്നുണ്ട്. വലിയ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അതിനോടുള്ള പ്രതികരണം എന്താണ്? എനിക്ക് അതിനോട് ഇപ്പോൾ പ്രതികരിക്കാൻ പറ്റില്ല. കാരണം രണ്ട് പാർട്ടീസിനെ കൺസേൺ ചെയ്യുന്നൊരു ഇഷ്യൂ ആയതുകൊണ്ട് ആ വ്യക്തി കൂടി ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് അതിനോട് വ്യക്തമായിട്ടുള്ളൊരു പ്രതികരണം കൊടുക്കാൻ പറ്റുള്ളൂ. ഹൗസിൻ്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അതിൻ്റെ അകത്ത് നിൽക്കുന്ന ആർക്കും, ഇപ്പോൾ പോലും അതിൻ്റെ അകത്ത് നിൽക്കുന്ന ആർക്കും പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ല. പുറം ലോകത്ത് എന്താ നടക്കുന്നതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വിധത്തിലുള്ള ധാരണയില്ല. അപ്പോൾ ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണമെങ്കിൽ, എന്തെങ്കിലും ഒരു ഫർദർ എന്താ പറയുക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ജാസ്മിൻ പുറത്ത് വന്നതിന് ശേഷം മാത്രമാണ് അതിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അലിഗേഷൻസിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ക്രിറ്റിസിസം നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ പുറത്ത് മാത്രം എനിക്ക് അതിലൊരു റെസ്പോൺസ് തരാൻ പറ്റില്ല. ശരി, ഈ ജാസ്മിൻ എന്ന മത്സരാർത്ഥി ഒരു പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇത്രമാത്രം വിമർശനങ്ങൾ, സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമായിരുന്നില്ല താൻ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഗബ്രിക്ക്?
ജാസ്മിനുള്ളൊരു വ്യക്തിയെ ബേസ് ചെയ്ത് മാത്രമല്ല എനിക്കുള്ള എതിരെയുള്ള വിമർശനങ്ങൾ വരുന്നത്. ഞാൻ അവിടെ പോകുന്നതിന് മുമ്പേ ഒട്ടും ഇമേജ് കോൺഷ്യസ് അല്ലാത്ത രീതിയിൽ കളിക്കും, അല്ലെങ്കിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്നതിന് കൂടെ ഞാൻ ചേർന്ന് നിൽക്കും എന്ന് വിശ്വസിച്ച് പോയിട്ടുള്ള ഒരാളാണ്. ശരിയെന്ന് തോന്നുന്നത് ഒരാൾ ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കാനായിട്ട് എത്ര നല്ല കാര്യമാണെങ്കിലും എത്ര ചീത്ത കാര്യമാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യാനും അതിനെ എതിർത്ത് നിൽക്കാനും ഒരുപാട് ആളുകൾ എല്ലാ ഗ്രൂപ്പിലുണ്ടാവും. സമൂഹത്തിൽ വളരെ ബേസിക് ആയിട്ടുള്ള, സൊസൈറ്റിയുടെ ബേസിക് ആയിട്ടുള്ള ഒരു നേച്ചറാണ്. എന്ത് കാര്യം ചെയ്താലും അതിന് ശരിയെന്ന് പറയുന്നവരും തെറ്റ് എന്ന് പറയുന്നവരും ഉണ്ടാവുന്നു. ജാസ്മിൻ ഇല്ലായിരുന്നെങ്കിലും എനിക്ക് വിമർശനങ്ങൾക്ക് വലിയ കുറവുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള കുറേ എന്താ പറയുക വീഴ്ചകളുണ്ട്, കുറേ പാളിച്ചകളുണ്ട്, എൻ്റെ സംസാരത്തിൽ വന്നിട്ടുള്ള ചില ക്ലാരിറ്റി കുറവുകളുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഓഡിയൻസിനെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ടുള്ള എല്ലാ എലമെന്റുകളും ജാസ്മിൻ ഇല്ലാതെ തന്നെ ആ വീട്ടിലുണ്ടായിരുന്നു. ജാസ്മിൻ പിന്നെ അതിലേക്ക് ഒരു ആഡഡ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. അത് ഇല്ലായിരുന്നു എന്ന് വെച്ചിട്ട് ഞാൻ ഇത്രയും ക്രിട്ടിസൈസ്ഡ് ആവില്ല എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ഗെയിമിന്റെ ഒരു സ്വഭാവം വെച്ച്, ഞാൻ കളിച്ചിരുന്ന രീതി വെച്ച്, എൻ്റെ സ്വഭാവം വെച്ചിട്ട് ആളുകൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ എൻ്റെ സ്വഭാവത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പലയിടത്തും ഗബ്രി പറയുന്നത് കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ ജാസ്മിന്റെയും ഗബ്രിയുടെയും സൗഹൃദം തെറ്റായി ചിത്രീകരിച്ചത് സമൂഹത്തിന്റെ കാഴ്ചപ്പാട് കൊണ്ടാണ്, അല്ലെങ്കിൽ സമൂഹം പലതും മഞ്ഞയായി കാണുന്നത് കൊണ്ടാണ് എന്ന് ഗബ്രി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ചോദിക്കട്ടെ, പല ആളുകളും അല്ലെങ്കിൽ കൂടുതൽ പേരും ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചപ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ തങ്ങൾക്ക് എവിടെയോ വീഴ്ച പറ്റി എന്ന്, അല്ലെങ്കിൽ ആ ഉറച്ച നിലപാടിൽ തന്നെ ഇപ്പോൾ നിൽക്കുകയാണ്? ഇല്ല, വീഴ്ചകൾ പറ്റിയിട്ടുണ്ടാവാം. അത് സമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ വീഴ്ചകൾ പറ്റിയിട്ടുണ്ടാവും. പക്ഷെ ഇതെല്ലാം ഒരു ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് ആണ്. എന്നെ സംബന്ധിച്ച് ഞാൻ അതിന്റെ അകത്ത് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ജസ്റ്റിഫൈഡ് ആണ്. ഞാൻ ദേഹത്ത് സ്പർശിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളതിലാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ വിവാദം വന്നിട്ടുള്ളത്. അതായത് ഉമ്മ കൊടുത്തു അല്ലെങ്കിൽ കൈ പിടിച്ചിരുന്നു. നമ്മൾ വൾഗർ ആയിട്ടുള്ള രീതിയിൽ ഒന്നും അതിൻ്റെ അകത്ത് ചെയ്തിട്ടില്ല. വളരെ ബേസിക് ആയിട്ട് പുറത്തും ആളുകൾ എല്ലാവരും ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. സൗഹൃദത്തിന്റെ മുകളിലേക്ക് പോകുന്ന ഒരു തരത്തിലുള്ള കോൺവെർസേഷൻസോ അല്ലെങ്കിൽ ഡിസ്കഷൻസോ ഒരു ആക്ഷൻസോ അതിൻ്റെ അകത്ത് ചെയ്തിട്ടില്ല. അവിടെ ഒരു സദാചാര കണ്ണ് അവിടെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് എൻ്റെ പെർസ്പെക്റ്റീവാണ്. ചിലപ്പോൾ ആളുകൾ പറയുന്നത് ശരിയായിരിക്കാം, ആളുകൾക്ക് തോന്നുന്നത് ശരിയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവരോട് മാപ്പ് പറയാം. നിങ്ങളെ അൺകംഫർട്ടബിൾ ആക്കിയതിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷെ എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ ചെയ്തതിൽ എനിക്കൊരു തെറ്റ് തോന്നുന്നില്ല. ഞാൻ വളരെ സ്വാഭാവികമായിട്ട് എല്ലാവരുടെ അടുത്തും ഇതുപോലെ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ലവ് ലാംഗ്വേജ് ടച്ചാണ്. ഞാനൊരാളെ ഹഗ് ചെയ്യുമ്പോഴോ ഒരാളെ കൈ പിടിച്ചിരിക്കുമ്പോഴോ എനിക്ക് കിട്ടുന്ന ഫിസിക്കൽ കംഫർട്ടാണ്. അതിലൊരു സെക്ഷൽ എലമെന്റിനേക്കാൾ ഒരുപാട് ഉപരി മാനസികമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കംഫർട്ട് ഉണ്ട്. അതിനാണ് എനിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. അതെൻ്റെ അപ്പൻ്റെ അമ്മയുടെ അടുത്താണെങ്കിലും സുഹൃത്തുക്കളുടെ അടുത്താണെങ്കിലും എല്ലാവരുടെ അടുത്തും ഞാൻ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് തെറ്റിദ്ധാരണകളുടെ പുറത്ത് അല്ലെങ്കിൽ എക്സ്പ്ലനേഷനുകളുടെ പുറത്ത്, ദുർവ്യാഖ്യാനങ്ങളുടെ പുറത്ത് അതിലൊരു തെറ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിൽ എനിക്ക് മാപ്പ് ചോദിക്കാൻ പറ്റും. നിങ്ങളുടെ അടുത്ത് ആത്മാർത്ഥമായിട്ട് എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഐ അപ്പോളജൈസ് ഫോർ ഓൾ ഓഫ് ദാറ്റ്. അതല്ലാതെ എനിക്ക് അതിൽ എൻ്റെ നിലപാടുകൾ മാറ്റി ചിന്തിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗബ്രി, ഞാനത് ചോദിക്കാൻ കാരണം ഗബ്രിയും ജാസ്മിനും ഉള്ള സൗഹൃദം കാരണം, അല്ലെങ്കിൽ നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന രീതികൾ കണ്ടിട്ട് ബിഗ് ബോസ് കാണുന്നത് നിർത്തി എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് കമന്റ്സുകൾ ഒരുപാട് പ്രേക്ഷകരുടെ പ്രതികരണം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കമന്റുകൾ ഏതെങ്കിലും തരത്തിൽ ഗബ്രിയെ വേദനിപ്പിച്ചിരുന്നോ? അത്തരക്കാരോടുള്ള പ്രതികരണം എന്താണ് അത്തരത്തിലുള്ള കമന്റുകൾ കണ്ടപ്പോൾ ഗബ്രിക്ക് തോന്നിയത്? കാണുന്നത് നിർത്തി എന്ന് പറഞ്ഞ ഒരാൾ കമന്റ് ചെയ്ത് എന്നെ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല. കാരണം ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് എന്തും ചെയ്യാനായിട്ട്, എന്ത് കാണണം എന്നുള്ളത് തീരുമാനിക്കാനായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം നമുക്കുണ്ട്. ഇപ്പോൾ ഒരു ഷോ കാണുന്ന സമയത്ത് അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് കാണരുത്. പക്ഷെ എൻ്റെ അറിവിൽ ഞാൻ അറിഞ്ഞിടത്തോളം ഇതുവരെയുള്ള മലയാളം ബിഗ് ബോസ് സീസണുകളിൽ ഏറ്റവും കൂടുതൽ TRP റേറ്റിംഗ് കിട്ടിയിട്ടുള്ള സീസണുകൾ ഒന്നായിരുന്നു സീസൺ 6. അതിനർത്ഥം ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് തന്നെയാണ്. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത് അതിൽ ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ള കോണ്ടന്റും ഞാനും ജാസ്മിനും തമ്മിലുള്ള കോണ്ടന്റ് തന്നെയാണ്. അപ്പോൾ ബേസിക്കലി കാണാൻ തോന്നി ഞങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ അത് കണ്ടതുകൊണ്ടാണ് TRP റേറ്റിംഗ് കൂടുന്നതും ഷോ അതിനെ കൂടുതൽ ആ ഒരു എഡിറ്റിംഗിൽ അതിനെ കൂടുതൽ പുഷ് ചെയ്യുന്നതും അല്ലെങ്കിൽ ആളുകൾ ഇത്ര ചർച്ച ചെയ്യപ്പെടുന്നതും അത് കാരണമായിരിക്കണം. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ആ പറയുന്നതിൽ ഹേർട്ട് ആവുന്നില്ല. പക്ഷേ അതേസമയം എൻ്റെ കുടുംബത്തിനെയും എൻ്റെ അമ്മയെയും എൻ്റെ പെങ്ങന്മാരെയും എൻ്റെ അപ്പനെയൊക്കെ വെച്ചിട്ട് സംസാരിക്കുന്ന കുറേ മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ചില കമന്റ്സ് ഉണ്ട്. അത് നമ്മളെ സ്വാഭാവികമായിട്ടും വേദനിപ്പിക്കും. കാരണം എനിക്കെതിരെ ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം അല്ലെങ്കിൽ എനിക്കെതിരെ ഞാൻ ചെയ്ത തെറ്റിനെ ചോദ്യം ചെയ്യുന്നത് എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സ്വമേധയാ നേരെ അവിടെ ചെന്ന് കയറി ചെല്ലുന്നത്. അപ്പോൾ ഇത് എൻ്റെ വീട്ടുകാരും ഇതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അവരെ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളെ വെച്ചിട്ട് വളരെ മ്ലേച്ഛമായിട്ടുള്ള രീതിയിൽ എൻ്റെ അമ്മയും എൻ്റെ പെങ്ങന്മാരെയൊക്കെ പറയുന്ന സമയത്ത് അത് ഓബ്വിയസ്ലി നമ്മൾ ഹേർട്ട് ചെയ്യുന്ന കാര്യമാണ്.
പിന്നെ ഇപ്പോൾ ഞാൻ ആ വീട്ടിലൊരു ഗെയിമർ അല്ല. ഇപ്പോൾ ഞാനൊരു സ്വാഭാവികമായിട്ട് സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഞാൻ പുറത്തിറങ്ങി എൻ്റെ ജീവിതം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ആക്ടറാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇപ്പോൾ തരാവുന്ന ഒരു കൺസിഡറേഷൻ എന്താണെന്ന് വെച്ചാൽ അതൊരു ഗെയിമായിട്ട് എടുത്ത് ആ ഗെയിമിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവിടെ വിട്ട് പുറത്ത് മറ്റൊരു മനുഷ്യനായി കണ്ടുകൊണ്ട് ആ ഒരു ഉപദ്രവം എന്നുള്ള ട്രാക്ക് മാറ്റി. ഇപ്പോഴും സൈബർ ബുള്ളിങ്ങിൽ എനിക്കെതിരെ ടാർഗറ്റഡ് ആയിട്ട് സൈബർ ബുള്ളിങ് നടക്കുന്നുണ്ട്. കാരണം ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് ഇപ്പോഴും എൻ്റെ കമന്റ് സെക്ഷനിൽ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. PR ടീമുകളുടെ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആളുകൾക്ക് തോന്നുന്ന ദേഷ്യം തീർക്കുന്നതാവാം. എങ്ങനെയാണെങ്കിലും ആ ഗെയിം അവിടെ കഴിഞ്ഞു. ഞാൻ എൻ്റെ ഗെയിം ആ വീട്ടിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് ആരോടും വിദ്വേഷമോ ആരോടും പ്രത്യേകിച്ച് വെറുപ്പോ അങ്ങനെയൊന്നും വെച്ചിട്ടല്ല ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എനിക്ക് അവിടെ ഉള്ളത് എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ്, എൻ്റെ സൗഹൃദങ്ങളാണ്, എൻ്റെ സുഹൃത്തുക്കളാണ്, എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്, എനിക്ക് ഇഷ്ടമുള്ളവരാണ്. അപ്പോൾ അത് അവിടെ കഴിഞ്ഞു. ആ ചാപ്റ്റർ വെച്ചിട്ട് പിന്നെ ജീവിതത്തിൽ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാവുന്ന ഒരു റിക്വസ്റ്റ്. ഗബ്രി ഇപ്പോൾ പറഞ്ഞു അവിടെ കഴിഞ്ഞു, അവിടുത്തെ കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഗബ്രി ഇറങ്ങുന്ന സമയത്ത് ഗബ്രിയുടെ അടുത്ത സുഹൃത്തിനോട് യാത്ര പറയാതെയാണ് ഇറങ്ങിയത്. ജാസ്മിനോട് യാത്ര പറയാതെയായിരുന്നു ഗബ്രി ഇറങ്ങിയത്. അതും പലതരത്തിലുള്ള ചോദ്യങ്ങൾക്കും വഴി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സൗഹൃദവും അവിടെ അവസാനിച്ചു എന്നാണോ? ബിഗ് ബോസ് ഹൗസിന് അവസാനിച്ചു എന്നാണോ? അല്ലെങ്കിൽ ജാസ്മിൻ പുറത്തിറങ്ങിയ ശേഷം നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ കണ്ടതുപോലുള്ള സൗഹൃദം തുടരുമോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരിക്കലുമില്ല. ജാസ്മിൻ്റെ അടുത്ത് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, എന്താണെങ്കിലും എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും പുറത്ത് ഇറങ്ങുന്ന ദിവസം പുറത്ത് എത്ര നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്താണെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിന്റെ കൈ പിടിച്ച് നിന്റെ സൈഡിൽ നിൽക്കാൻ ഞാനുണ്ടാവും. നിനക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് ഞാൻ നിന്റെ കൂടെ തന്നെ നിൽക്കുന്നുള്ളത് ജാസ്മിന് ഞാൻ കൊടുത്തിട്ടുള്ളൊരു വാക്കാണ്. കാരണം എൻ്റെ ഒരു തളർച്ചയിലായിരുന്നു, എനിക്ക് ആ വീട്ടിൽ വന്നിട്ടുള്ള ഒരു പ്രഷർ സിറ്റുവേഷനിൽ എൻ്റെ ഒപ്പം നിന്ന് എൻ്റെ തോളത്ത് കൈവച്ച് പോട്ടട സാരമില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. എനിക്ക് അത്രയും വേണ്ടപ്പെട്ട, എനിക്ക് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കണക്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയുള്ള ഒരാളാണ് ജാസ്മിൻ. അപ്പോൾ ഒരിക്കലും ജാസ്മിനായിട്ടുള്ള സൗഹൃദം ആ വീട്ടിൽ ഉപേക്ഷിച്ച് വരേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ പറഞ്ഞത് എനിക്കുള്ള വെറുപ്പുകളും വിദ്വേഷങ്ങളും അല്ലെങ്കിൽ ദേഷ്യങ്ങളും എനിക്ക് അവരോടുണ്ടായിരുന്ന പരിഭവങ്ങളും പ്രയാസങ്ങളുമാണ് ആ വീടിന്റെ പടിയിൽ ഞാൻ ഉപേക്ഷിച്ച് വന്നു എന്ന് പറഞ്ഞത്. സൗഹൃദങ്ങളും ഇഷ്ടങ്ങളും അല്ലെങ്കിൽ എനിക്ക് അവരോടുള്ള ആ സ്നേഹമൊന്നും ഒരിക്കലും ഇട്ട് കളയേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ നിർത്തുന്ന ഒരാളല്ല ഞാൻ. എനിക്കിഷ്ടമുള്ളവരെ എപ്പോഴും ജീവിതത്തിൽ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും, എന്തും ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ സൗഹൃദമൊന്നും അവിടെ ഇട്ടുകൊണ്ട് വരില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാലും ജാസ്മിൻ എൻ്റെ അടുത്ത് സൗഹൃദം ഉള്ളിടത്തോളം കാലം ജാസ്മിൻ്റെ സൈഡിൽ നിൽക്കാൻ, അല്ലെങ്കിൽ സൗഹൃദം ഇല്ലെങ്കിൽ പോലും ജാസ്മിന് ഒരു ആവശ്യം വന്നാൽ, ആ വീട്ടിൽ ആർക്കൊരു ആവശ്യം വന്നാലും അവർക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാൻ പറ്റുന്ന ഒരു കോൺടാക്ട് തന്നെയാണ് എൻ്റെ. ഈ ഗബ്രി പുറത്തിറങ്ങിയതിനു ശേഷം അതിനു മുൻപ് വരെ നടന്ന ഒരുപാട് കോമഡി, നിങ്ങളെ രണ്ടുപേരെയും ഗബ്രിയും ജാസ്മിനെയും വെച്ചിട്ടുള്ള ഒരുപാട് കോമഡി സ്കിറ്റുകൾ ഉണ്ടായിരുന്നു. അതും വളരെ വലിയ രീതിയിൽ നിങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള കോമഡി സ്കിറ്റുകൾ ഉണ്ടായിരുന്നു, ട്രോളുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നേരിട്ട് കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? അല്ലെങ്കിൽ അതിനോടുള്ളൊരു പ്രതികരണം എന്തായിരുന്നു? വീട്ടുകാരത് കണ്ടിട്ടുണ്ടാകാം, എന്താണ് അവരൊക്കെ പറഞ്ഞത് ആ സമയത്ത്? ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരുപാട് ട്രോളുകളുണ്ട്. ട്രോളിങ് ഇസ് ഓൾവേസ് ഫൺ. ബിക്കോസ് എന്തെങ്കിലും കാമ്പുള്ളൊരു സാധനത്തിനെ അല്ലെങ്കിൽ വിവാദമായിട്ടുള്ളൊരു സാധനത്തിനെ എടുത്തേ അത് ട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഭയങ്കര രസകരമായിട്ട് ചെയ്യാനും പറ്റും, ഹേർട്ട്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. മലയാളത്തിൽ തന്നെ വൺ ഓഫ് ദ മെയിൻ ചാനൽസിൽ ഒരു ചാനൽ ഷോയിൽ നടന്നിട്ടുള്ളൊരു സ്കിറ്റ് ഞാൻ കണ്ടിരുന്നു. അത് പേഴ്സണലി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സ്കിറ്റായിരുന്നു ആ ഷോയിൽ നടന്നിട്ടുള്ള സ്കിറ്റ്. കാരണം രണ്ടുപേരുടെ ക്യാരക്ടേഴ്സിനെ എടുത്ത് ആ ക്യാരക്ടേഴ്സിനെ ഭയങ്കരമായിട്ട് ഡിഫെയിം ചെയ്ത് അതിലൊരു സെക്ഷൽ എലമെന്റ്, ഒരു വൾഗർ എലമെന്റ് കുറച്ചുകൂടി എക്സാജറേറ്റ് ചെയ്ത്, ഓവർ എക്സാജറേറ്റ് ചെയ്ത് കാണിച്ചു. മെലോ ഡ്രാമയായിട്ടല്ല എനിക്ക് ഫീൽ ചെയ്തത്, അത് സെക്ഷുവലൈസ് ചെയ്തതുപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാനും ജാസ്മിനും തമ്മിലുള്ളത് വളരെ പ്യുവർ ആയിട്ടുള്ളൊരു ബന്ധമായിരുന്നു. ഒരു സൗഹൃദത്തിന്റെ അല്ലെങ്കിൽ എന്താണെങ്കിലും പ്രണയമാണെങ്കിലും സൗഹൃദമാണെങ്കിലും അത് വളരെ പ്യുവർ ആയിട്ടുള്ളൊരു ബന്ധമായിരുന്നു. അതിലൊരു സെക്ഷുവൽ എലമെന്റ് എനിക്ക് ആ വീട്ടിൽ വെച്ച് തോന്നിയിട്ടില്ല. പക്ഷേ അതിലൊരു എന്താ പറയുക, ലൈംഗികമായിട്ടൊരു ചൊവ്വ അതിലേക്ക് ആഡ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് അത് ഭയങ്കര ഹേർട്ട്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ആ സ്കിറ്റിൽ തന്നെ, ഞാൻ കണ്ട ആ സ്കിറ്റിൽ തന്നെ ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സിനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഫണ്ണി എനിമോർ. അതൊരു കോമഡി സ്കിറ്റ് അല്ല. പിന്നെ അത് വെറുതെ എന്തൊക്കെയോ ആളുകൾ കാണിച്ചു കൂട്ടുന്ന ഒരു സാധനം മാത്രമാണ്. ഈ രണ്ട് വ്യക്തികളെ റിലേറ്റ് ചെയ്ത ആളുകൾ ചിന്തിക്കുമ്പോൾ മാത്രമാണ് അതൊരു എന്താ പറയുക തമാശ. ഒരു മനുഷ്യന്റെ മിസറി ആണല്ലോ മറ്റൊരാളുടെ കോമഡി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് ഇൻസെൻസിറ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ ഫാമിലിനെ ആണെങ്കിലും അത് കുറച്ച് എഫക്ട് ചെയ്തായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, കാരണം കേക്കിന് ടേസ്റ്റ് ഉണ്ടെങ്കിൽ എവ്രിബഡി വിൽ വാണ്ട് എ പീസ് ഓഫ് ദാറ്റ് കേക്ക്. എല്ലാവർക്കും അത് കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും. വിറ്റുപോണ കോണ്ടന്റ് എല്ലാവരും വിൽക്കട്ടെ, നല്ല കാര്യം. ശരി ഗബ്രി, നിങ്ങളുടെ ഈ ഒരു കോംബോ കാരണമാണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു ഗബ്രിക്ക് ഉണ്ടായ സൈബർ അറ്റാക്കിനെ കുറിച്ച് നമ്മൾ കൃത്യമായി പറഞ്ഞു. അതേപോലെ തന്നെ ജാസ്മിനും വലിയ തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ വിമർശകരുണ്ടായത് ഒരുപക്ഷെ നിങ്ങളുടെ കോംബോ കാരണമാണെന്നാണ് വിമർശകരടക്കം പറയുന്നത്. അപ്പോൾ വിവാഹം മുടങ്ങി എന്നുള്ള ആരോപണങ്ങൾ വരുന്നു, ഇതൊക്കെ ഇതിന് പിന്നാലെ വന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തോന്നിയിരുന്നോ ഇത്രമാത്രം വേണ്ടിയിരുന്നില്ല, ഒരു കുറ്റബോധം തോന്നിയിരുന്നോ? ജാസ്മിനെ അടക്കം തന്റെ അടുത്ത സുഹൃത്തിനടക്കം ഇത്രമാത്രം വിമർശനങ്ങളിലേക്ക് തള്ളിവിട്ടത് നിങ്ങളുടെ ഒരു സൗഹൃദം കൊണ്ടാണ്, ഒരു കോംബോ കൊണ്ടാണ്
തന്നെയാണ്. അപ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് ഏതെങ്കിലും ഒരു നിമിഷം തോന്നിയിരുന്നോ ഗബ്രിക്ക്? ഒരിക്കലുമില്ല. ആ വീടിന്റെ അകത്ത് നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും ആ വീട്ടിൽ ജസ്റ്റിഫൈഡ് ആണ്. കാരണം ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകൾ തമ്മിൽ പരസ്പരം സപ്പോർട്ട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്യുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത്രയും നമ്മൾക്ക് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന സമയത്ത്, അത്രയും പ്രഷറിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ അത്ര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാളല്ല. ഞാൻ ഒരുപാട് എൻ്റെ അകത്തുള്ള ഇമോഷൻസ് അങ്ങനെ പുറത്ത് തുറന്നു കാണിക്കുന്ന ഒരാളല്ല. ഗതി കെട്ടാൽ മാത്രമേ എൻ്റെ ഇമോഷൻസ് പുറത്തു വരുള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെ എന്നെ ഒരുപാട് ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല. എനിക്ക് അതിൻ്റെ അകത്ത് തളർന്നു പോയിട്ടുള്ള എന്താ പറയാ, നമ്മൾ ആത്മഹത്യയുടെ വക്കിലേക്ക് വരെ എത്തിച്ചിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും നമുക്കൊരു കൈത്താങ്ങായിട്ട് ഒരു ബലം തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എടാ സാരമില്ല പോട്ടെ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാതിരുന്ന സമയത്ത് ചോറ് കൂട്ടി തന്നിട്ടുള്ളതും, ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ച് കഴിപ്പിച്ചിട്ടുള്ളതും, അസുഖം വന്ന സമയത്ത് മരുന്ന് കഴിപ്പിച്ചിട്ടുള്ളതും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുള്ളതും എൻ്റെ സുഹൃത്തായിട്ടുള്ള ജാസ്മിൻ തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളുടെ ഒരാളാണ് ജാസ്മിൻ. അപ്പോൾ അതിൽ എനിക്ക് ഒരിക്കലും ഒരു റിഗ്രറ്റ് തോന്നില്ല. കാരണം കുറച്ചുകൂടി എനിക്ക് ഈ സദാചാരബോധം ഉള്ള ആളുകൾക്ക് എതിരെ നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ആ വീട്ടിൽ ഞാൻ നിന്നിട്ടുള്ളത്. എനിക്ക് രണ്ടാമത്തെയോ മൂന്നാമത്തെ ആഴ്ചയോ തന്നെ മനസ്സിലായിരുന്നു ഇതിൽ ഒരു നെഗറ്റീവ് സെൻസിൽ ആളുകൾ എടുക്കുന്നുണ്ട്, ഇതിനെ വേറൊരു തലത്തിലേക്ക് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്, ദുർവ്യാഖ്യാനം ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും പ്രണയമാണെങ്കിലും സ്നേഹമാണെങ്കിലും അത് രണ്ട് ഇൻഡിവിജ്വൽസിന്റെ, രണ്ട് വ്യക്തികളുടെ തമ്മിലുള്ള കാര്യമാണ്. അതിൽ സമൂഹത്തിന് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അതിലൊരു മൂന്നാമതൊരു അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മ്ലേച്ഛമായിട്ടുള്ള ഒരു പ്രവർത്തികളും ഞങ്ങൾ ആ വീട്ടിൽ ചെയ്തിട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനൊന്നും റിഗ്രറ്റ് ചെയ്യുന്നില്ല. സ്നേഹത്തിന്റെ പുറത്തും അല്ലെങ്കിൽ സൗഹൃദത്തിന്റെ പുറത്തും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിലുള്ളൂ. വളരെ പ്യുവർ ആയിട്ടുള്ള ഇമോഷൻസ് ആണ് അവിടെ ഉള്ളത്. അതിൽ നോ റിഗ്രറ്റ്സ്, അബ്സല്യൂട്ട്ലി സീറോ റിഗ്രറ്റ്സ്. ശരി, ഈ ബിഗ് ബോസിൽ ഫേവറിസം ഉണ്ട് എന്നുള്ളൊരു ആരോപണം വലിയ തരത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒരു പക്ഷേ ഗബ്രി അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകാം. അങ്ങനെ തോന്നിയിട്ടുണ്ട് ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ? ഫേവറിസം ഭൂമിയിൽ എവിടെയാണെങ്കിലും ഫേവറിസം ഉണ്ട് ആക്ച്വലി. കാരണം അത് പക്ഷെ ഒരാൾക്ക് മാത്രം ഫേവർ ചെയ്തതുകൊണ്ട് ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് അതിൽ നിന്നും എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എല്ലാ ഇൻഡിവിജ്വൽസും ഒരുപോലെ പെർഫോം ചെയ്താൽ, അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്ന ആൾക്ക് എതിരെ നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ മാത്രമേ ആ വീട്ടിൽ നമുക്ക് നിലനിൽപ്പുള്ളൂ. നമുക്കൊരു ശത്രു അല്ലെങ്കിൽ നമ്മൾക്ക് എതിരെ സംസാരിക്കാൻ ആളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആളുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളെ ഫേവർ ചെയ്തതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ഗുണമുണ്ട്, അല്ലെങ്കിൽ ഷോ പെർസ്പെക്റ്റീവിൽ ആ ഷോയ്ക്ക് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഒരു ഗുണമുണ്ടെന്ന്. ഫേവറിസം കാണിക്കാം, അതായത് ഇപ്പോൾ ശക്തിയും ബുദ്ധിയും തമ്മിലുള്ള രണ്ടാളുകളുള്ള, ഒരാൾക്ക് ശക്തിയും ഒരാൾക്ക് ബുദ്ധിയുമുള്ള ഒരാൾ തമ്മിൽ ഗെയിം നടത്തുന്ന സമയത്ത് ആരെ ഫേവർ ചെയ്യണം എന്നുള്ളത് ആ ഗെയിമിന്റെ സ്വഭാവത്തിൽ കൂടെ അവർക്ക് തീരുമാനിക്കാൻ പറ്റും. ഇപ്പോൾ ബുദ്ധിയുള്ളൊരു ഗെയിം കൊടുത്താൽ ശക്തിയുള്ള ആൾക്ക് നോർമലി ജയിക്കാനുള്ള സാധ്യതകൾ കുറയും. ശക്തിയുള്ള ആൾക്ക് ഒരു ഗെയിം കൊടുത്താൽ ബുദ്ധിയുള്ള ആളുകൾക്ക് അവിടെ ചിലപ്പോൾ ജയിക്കാനുള്ള സാധ്യതകൾ കുറയും. അങ്ങനെ ഒരു എന്താ പറയുക, ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ഒരു സാധനം അല്ലാതെ പെർട്ടിക്കുലർലി ഒരാളെ വിജയിപ്പിക്കണം അല്ലെങ്കിൽ ഒരാൾക്ക് ഇന്ന പോലെ ഫേവർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അകത്ത് ഫേവറിസം ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടില്ല. പേഴ്സണലി ഞാൻ അത്രയും നിന്നിട്ടുള്ളതിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ട് രീതിയിൽ പോകുന്ന ഒരു ഷോ ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ എൻ്റെ ആദ്യത്തെ ഓഡിഷൻ തൊട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും വ്യക്തമായിട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ട് വളരെ ഇന്റഗ്രൽ ആയിട്ട് നടന്നു പോകുന്ന ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോഗ്രാമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. റിയാലിറ്റി ഷോക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. ഇതിന് മുൻ വിന്നർ ആയിരുന്ന അഖിൽ മാരാർ അടക്കം വ്യക്തമായ ആരോപണങ്ങൾ പറയുന്നുണ്ട്. ഈ റിയാലിറ്റി ഷോക്കെതിരെ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്നുള്ള വളരെ രൂക്ഷമായ വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നത് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ്. അത്തരത്തിലൊരു ആരോപണത്തോട് ഏത് തരത്തിലാണ് ഒരു മത്സരാർത്ഥി നിലയിൽ ഗബ്രി പ്രതികരിക്കുന്നത്? കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടോ? കൃത്യമായി ചോദിച്ചാൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടോ ആ റിയാലിറ്റി ഷോയിൽ? ഓക്കെ, എൻ്റെ അറിവിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ എനിക്ക് ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയുള്ളൂ. എൻ്റെ അറിവിൽ ഞാൻ വന്നിട്ടുള്ളത് ഓഡിഷൻസിലൂടെ തന്നെയാണ്. ഈ സെയിം ഓഡിഷൻ പ്രോസസ്സിലൂടെയാണ് ഞാൻ വന്നിട്ടുള്ളത്. സൂം കോളിൽ ആദ്യം ഒരു ഓഡിഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഒരു ലൈവ് ഓഡിഷൻ ഉണ്ടായിരുന്നു, ഏഷ്യാനെറ്റിൻ്റെ ഓഫീസിലായിരുന്നു. അത് കഴിഞ്ഞ് വേറൊരു ഓഡിഷൻ ലൈവായിട്ട് സൂമിൽ ഒരു ഓഡിഷൻ കൂടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു സെഷനും കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഫൈനലൈസ് ചെയ്തൊരു പാർട്ടിസിപ്പൻറ്റിന് അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റന്റിനെ ആ ഹൗസിലേക്ക് എടുക്കുന്നത്. എനിക്ക് എല്ലായിടത്തും ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് റെമ്യൂണറേഷന്റെ കാര്യത്തിലാണെങ്കിലും ഗെയിം ഷോന്റെ കാര്യത്തിലാണെങ്കിലും കോൺട്രാക്ടിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിനും വളരെ പ്രൊഫഷണൽ ആയിട്ടൊരു അപ്രോച്ചാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പേഴ്സണലി. കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടോ എന്നുള്ളത് അത് പറഞ്ഞ ആളാണ് തെളിയിക്കേണ്ടത്. ഇപ്പോൾ ഒരാൾ പറയാണ് കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് അറിയാമെങ്കിൽ, അതിന് തെളിവുകൾ ഉണ്ടെങ്കിൽ അവരത് നിരത്തി കഴിഞ്ഞാൽ, ആധികാരികമായിട്ട് അവരതിനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഞാൻ അതിനെതിരെ സംസാരിക്കാം, അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാം. പക്ഷേ എൻ്റെ അറിവിൽ ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് എനിക്ക് ഒരിക്കലും ആധികാരികമായിട്ടൊരു അഭിപ്രായം പറയാൻ സാധിക്കില്ല. ശരി, എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഓക്കെ, ഈ ഗബ്രി പുറത്തിറങ്ങിയതിനു ശേഷം കടുത്ത സൈബർ ആക്രമണങ്ങൾ നേരിട്ടുവരും നമ്മൾ പറഞ്ഞു. ഏതെങ്കിലും തരത്തിൽ ആ ആക്രമണങ്ങൾ, സൈബർ ആക്രമണങ്ങൾ, ഇത്തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ പേഴ്സണൽ ലൈഫിനെ ബാധിച്ചിരുന്നോ ഏതെങ്കിലും ഘട്ടത്തിൽ?
ഒരിക്കലുമില്ല. എന്നെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഗബ്രി ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്ര ലെവലിലുള്ള ഒരു ഇന്റൻസിറ്റിയിലുള്ള ഒരു ക്രിറ്റിസിസം വരുന്ന സമയത്ത് ഓബ്വിയസ്ലി ഞാൻ തളർന്നു പോകാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. പക്ഷേ ആ വീട്ടിൽ നിന്നും നമ്മൾ അനുഭവിച്ച് വരുന്ന ഒരു എന്താ പറയുക, ഒരു ഇന്റൻസിറ്റി ഉണ്ട്. തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറയുന്ന പോലെ തന്നെ ആ തീയിൽ നിന്നിട്ട് തന്നെയാണ് ആ വീട്ടിലുള്ള എല്ലാവരും, ഞാൻ മാത്രമല്ല എല്ലാവരും ആ തീ എന്താണെന്ന് അനുഭവിച്ചിട്ട് തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് അവരൊരു റെസിലിയൻസും ആ ഒരു വിൽ പവറും അല്ലെങ്കിൽ സഹനശക്തി ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. എനിക്ക് പുറത്തിറങ്ങിയ സമയത്ത് ഒരുപാട് സാഹചര്യങ്ങളിൽ ചില വാക്കുകൾ കേൾക്കുമ്പോൾ എന്നെ പറയുന്നത് ഒരിക്കലും എന്നെ എഫക്ട് ചെയ്തിട്ടില്ല. എന്നെ എന്തൊക്കെ പേരുകൾ വിളിക്കുന്നുണ്ട്, ഒരുപാട് പേരുകൾ വിളിക്കുന്നുണ്ട്, എന്നെ പല രീതിയിലും എൻ്റെ ക്യാരക്ടറിനെ അടിച്ച് അമർത്തുന്നുണ്ട്, വളരെ മ്ലേച്ഛമായിട്ടുള്ള രീതിയിൽ എന്നെ ചിത്രീകരിക്കുന്നുണ്ട്. അതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. കാരണം ഇതെല്ലാം ഈ ഗെയിമിന്റെ ഭാഗമാണ്. വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഈ ഗെയിമിന്റെ ഭാഗമാണെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടുള്ള ബോധ്യത്തോടുകൂടി തന്നെയാണ് ഞാൻ ഈ ഗെയിമിൽ പങ്കെടുത്തത്. അതുകൊണ്ട് എനിക്കെതിരെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് മനസ്സിലാക്കാനും അത് അക്സെപ്റ്റ് ചെയ്യാനാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനും തെറ്റ് മനസ്സിലാക്കി അത് തിരുത്താനും അല്ലെങ്കിൽ അപ്പോളജൈസ് ചെയ്യാനും ഒക്കെ റെഡി ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ മറ്റൊരാൾക്കെതിരെ, എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്കെതിരെ ഒരു പ്രശ്നം വരുമ്പോഴാണ് അത് നമ്മളെ എഫക്ട് ചെയ്യുന്നത്. അത് എൻ്റെ ഫാമിലി ആയിക്കോട്ടെ, എൻ്റെ അമ്മ ആയിക്കോട്ടെ, ഇത്രയും പ്രബുദ്ധ മലയാളികൾ അമ്മമാരെ കുറിച്ച് ഇത്രയും പുണ്യം അല്ലെങ്കിൽ ഇത്രയും ഡിവൈനായിട്ട് കരുതുന്ന അമ്മേനെ കുറിച്ചൊക്കെ വരുന്ന കോമൻസ് അല്ലെങ്കിൽ വരുന്ന മെസ്സേജുകൾ വായിക്കുന്ന സമയത്ത് ഓബ്വിയസ്ലി നമുക്കുള്ളിൽ ഒരുപാട് വിഷമം ഉണ്ടാവും. അത് എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ജാസ്മിൻ്റെ കാര്യത്തിലാണെങ്കിലും ജാസ്മിൻ്റെ വീട്ടുകാരും പല കണ്ടസ്റ്റൻസിനെ ഈ സൈബർ ബുള്ളിങ് അനുഭവിക്കുന്ന വ്യക്തികളെക്കാൾ കൂടുതൽ അനുഭവിക്കുന്നത് അവരുടെ ചുറ്റുപാട് നിൽക്കുന്നവരാണ്. അപ്പോൾ ആ കാര്യത്തിൽ വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ ആ വിഷമം ഒരു പരിധിയിൽ കൂടുതൽ എന്നെ ഒരിക്കലും എഫക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും മുഖമുയർത്തി ഈ സമൂഹത്തിന്റെ ഇടയിൽ ഇറങ്ങി നടക്കുന്നത്. കാരണം ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ തന്നെ ആ തെറ്റിന്റെ ഇന്റൻസിറ്റി എന്താണെന്ന് പൂർണ്ണമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ട്. അത് തിരുത്താനായിട്ടുള്ള പ്രായശ്ചിത്തത്തിന്റെ എന്താണെന്നുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സമയം ഇനിയുമുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ വിമർശനങ്ങൾ വരുമ്പോൾ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം, വ്യക്തമായിട്ടുള്ള വിമർശനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ കൂടെ നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. വളരെ മ്ലേച്ഛമായിട്ടുള്ള രീതിയിൽ, വളരെ ഡീഗ്രേഡിംഗ് ആയിട്ടുള്ള രീതിയിൽ, ബുള്ളിങ് എന്നുള്ള രീതിയിലേക്ക് പോകുന്ന സമയത്താണ് അത് പ്രോബ്ലമാറ്റിക് ആവുന്നത്. അതിനോട് എനിക്ക് അങ്ങനെ എതിർപ്പും ഇല്ല, സപ്പോർട്ടും ഇല്ല. അവർക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തോട്ടെ. എന്നെ ബാധിക്കാത്തടത്തോളം കാലം ഞാൻ ഇതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോകും. ഈ പുറത്തിറങ്ങിയതിന് ശേഷം അകത്തുള്ള തന്റെ സുഹൃത്തിനെ കാണുമ്പോൾ എന്താണ് ഗബ്രിക്ക് തോന്നുന്നത്? പ്രത്യേകിച്ചും ജാസ്മിൻ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗബ്രിയുടെ ഫോട്ടോ നോക്കി സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഗബ്രിയുടെ വാട്ടർ ബോട്ടിൽ എടുത്ത് കയ്യിൽ വെക്കുന്നുണ്ട്, മാല ഉപയോഗിക്കുന്നു, അങ്ങനെ എപ്പോഴും സംസാരിക്കുന്നുണ്ട് ഫോട്ടോ ഒക്കെ നോക്കിയിട്ട്. അതൊക്കെ കാണുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത് ഫേക്ക് ആണ് എന്ന്? ഇല്ല, അബ്സല്യൂട്ട്ലി നോട്ട്. അത് ഓരോ വ്യക്തികളും ഓരോ സാഹചര്യങ്ങളോടും എന്താ പറയുക, റിയാക്ട് ചെയ്യുന്ന രീതി ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ജാസ്മിൻ കരഞ്ഞ സമയത്ത് എല്ലാവരും പറഞ്ഞു ആ കരച്ചിൽ ഫേക്ക് ആണെന്ന് പറഞ്ഞു. പക്ഷേ 55 ദിവസം എൻ്റെ അടുത്തിരുന്ന് പല അവസരങ്ങളിലും ജാസ്മിൻ കരയും ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ ഇതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കരയുന്ന സമയത്ത് ചിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഒരുപാട് എക്സ്ട്രീം വിഷമങ്ങൾ വരുന്ന സമയത്ത് അതിനോട് പല രീതിയിൽ റിയാക്ട് ചെയ്യുന്നവരുണ്ട്. ദേഷ്യം വരുന്നവരും ചിരിക്കുന്നവരും കരയുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്രയും ട്രൊമാറ്റിക് ആയിട്ടൊരു എക്സ്പീരിയൻസ്, അതായത് ആ ലോകത്ത് നിന്ന് ഒരാൾ പോകുന്ന സമയത്ത് അയാൾ മരിച്ച പോലെ തന്നെയാണ് അവിടെ ഉള്ളവർക്ക്. അപ്പോൾ അങ്ങനെ ഒരാൾ വേർപെട്ട് പോകുമ്പോൾ നമുക്കൊരു താങ്ങായിട്ട് വേറൊരാളില്ല എന്നുള്ളൊരു അവസരം വരുമ്പോൾ ഓബ്വിയസ്ലി നമുക്ക് എക്സ്ട്രീം ആയിട്ടുള്ള ഇമോഷൻസ് വരും. അത് ഓരോരുത്തരും പല രീതിയിലായിരിക്കും എടുക്കുക. ഞാനായിരുന്നു ഇപ്പോൾ അകത്തുണ്ടായിരുന്നത്, ജാസ്മിൻ പുറത്തു പോയിരുന്നെങ്കിലും എനിക്ക് ഇത്രയും തന്നെ ഇമോഷൻസ് വരും. പക്ഷെ ഞാൻ ഇത്രയും എക്സ്പ്രസീവ് അല്ലാത്തതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇത്രയും പുറത്തേക്ക് കാണിക്കില്ല. ജാസ്മിൻ പിന്നെ ആ ഫോട്ടോ വെച്ച് സംസാരിക്കുന്ന കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് എന്നോട് സംസാരിക്കുന്നതാണ്. പ്രേക്ഷകരുടെ വോട്ട് കിട്ടാനോ അല്ലെങ്കിൽ പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്യാനോ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല. ആ വീട്ടിൽ അവൾ അത്രയും നാൾ അത് പറഞ്ഞുകൊണ്ടിരുന്നത് മറ്റാരോടല്ല, എന്നോടാണ്. അപ്പോൾ എന്നോട് പറയാനുള്ള ഒരു അവസരം ഇല്ലാതാവുമ്പോൾ എന്നോട് എത്തിക്കാനായിട്ട് ഏറ്റവും പറ്റുന്ന ഒരു കാര്യം എൻ്റെ ഫോട്ടോ വെച്ച് ഒരു എന്താ പറയുക, ഒരു പോയിന്റ് ഓഫ് വ്യൂ വെച്ച് അതിനോട് സംസാരിക്കുമ്പോൾ അത് എൻ്റെ അടുത്ത് പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ ഫോട്ടോനോട് പറയുന്നു. ഇൻ ടേൺസ് അതിൽ ഞാൻ പുറത്തിരുന്ന് അത് കേൾക്കുമെന്നുള്ളത് ജാസ്മിൻ അറിയാം. അപ്പോൾ അതിനുവേണ്ടിയായിരിക്കും ഫോട്ടോ വെച്ച് സംസാരിക്കുന്നത്. കരച്ചിലും ഒരാൾ കരയുന്നതിനൊന്നും ഒരിക്കലും ഞാൻ അത് ഫേക്ക് ആയിട്ടോ അല്ലെങ്കിൽ അത് വോട്ട് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഗെയിമിൻ്റെ സ്ട്രാറ്റജി ആയിട്ടൊന്നും ഞാൻ പറയില്ല. കാരണം മനുഷ്യൻ വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കാനായിട്ട് പൂർണ്ണമായിട്ടും എത്ര ഫേക്ക് ആണെന്ന് അറിഞ്ഞാൽ പോലും ഇപ്പോൾ പലരും ആ വീട്ടിൽ കരച്ചിൽ അഭിനയങ്ങളും നാടകങ്ങളും നടത്തുമ്പോൾ പോലും അവരുടെ അടുത്ത് പോയിട്ട് ഞാൻ പോട്ടെ സാരമില്ല കരയണ്ട എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ജാസ്മിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരിക്കലും അത് ഫേക്ക് ആയിട്ട് തോന്നിയിട്ടില്ല. വളരെ റിയൽ ആയിട്ട് എനിക്ക് ആ ഇമോഷൻ അറിയാം, മറ്റാർക്കും അറിയില്ലെങ്കിലും. അതുകൊണ്ട് തന്നെ മറ്റാരെയും ബോധിപ്പിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മറ്റാരും എന്ത് പറഞ്ഞാലും എൻ്റെ ബോധ്യം മാറാനും പോകുന്നില്ല. ഈ എവിക്റ്റ് ആകുന്ന സമയത്ത് ഗബ്രിക്ക് പകരം ജാസ്മിൻ ആയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഗെയിം പ്ലാൻ എന്നാണ് കരുതുന്നത്? ജാസ്മിൻ എവിക്റ്റ് ആയിരുന്നെങ്കിൽ എൻ്റെ ഗെയിം പ്ലാൻ ആണോ വീടിൻ്റെ അകത്ത്?
ജാസ്മിനെ എവിക്റ്റ് ആയിരുന്നെങ്കിലും ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെ മുമ്പോട്ട് ഗെയിം കളിച്ചേനെ. കാരണം ഞങ്ങൾ സൗഹൃദത്തിൽ ഉള്ള സമയത്തും വ്യക്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഷോ മുഴുവനായിട്ട് കാണുന്നവർക്ക് അറിയാം, മത്സരിക്കേണ്ട, എതിർത്ത് മത്സരിക്കേണ്ട അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ വ്യക്തമായിട്ട് എതിർത്ത് തന്നെ മത്സരിച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഒരു ഫേവറിസം അല്ലെങ്കിൽ ഒരു കൺസിഡറേഷനും കൊടുത്തിട്ടില്ല. അത് ഫിസിക്കൽ ആക്ടിവിറ്റികളിലാണെങ്കിലും മെന്റൽ ആക്ടിവിറ്റികളിലാണെങ്കിലും എതിർത്ത് സംസാരിക്കേണ്ട സ്ഥലത്ത് എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്, തല്ല് പിടിക്കേണ്ടടുത്ത് തല്ല് പിടിച്ചിട്ടുണ്ട്, വിമർശിക്കേണ്ട സ്ഥലത്ത് വിമർശിച്ചിട്ടുണ്ട്, സ്നേഹിക്കേണ്ട സ്ഥലത്ത് സ്നേഹിച്ചിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്യേണ്ട സ്ഥലത്ത് സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരാൾ പോയി കഴിഞ്ഞാലും നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇതൊരു ഇൻഡിവിജ്വൽ ഗെയിമാണെന്നും ഇതൊരു മത്സരമാണെന്നും. ഒരിക്കലും ഒരാൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ ലോകം വിട്ടല്ല പോകുന്നത്, ആ ലോകം വിട്ടാണ് പോകുന്നത്. അവർ തിരിച്ച് അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ 100 ദിവസം കഴിഞ്ഞാൽ വീണ്ടും അവരെ കാണാമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം നമുക്ക് രണ്ടുപേർക്കുണ്ട്. പക്ഷേ ഇമോഷൻ വൈസ് ഓബ്വിയസ്ലി നമുക്ക് ഫീൽ ചെയ്യും. അതായത് അത്രയും ദിവസം ആ വീടിൻ്റെ അകത്ത് ആ സാഹചര്യത്തിൽ നമ്മളുടേതായിട്ടൊരു ലോകം ഉണ്ടായിരുന്നു. ആ ലോകത്ത് നിന്ന് ഒരാൾ പോകുമ്പോൾ ഓബ്വിയസ്ലി നമുക്ക് വിഷമം വരും. പക്ഷേ ആ വിഷമം കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് കളിക്കുക എന്നുള്ളതാണ് ഈ ഗെയിമിൻ്റെ സ്വഭാവം എന്ന് മനസ്സിലാക്കുന്ന നിമിഷം തൊട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് കളിച്ചു പോകുമായിരുന്നു. എൻ്റെ സ്ട്രാറ്റജി പിന്നെ ഞാൻ സിംഗിളായിട്ട് നിന്ന് എല്ലാവർക്കും നല്ല രീതിയിൽ വിമർശിച്ച് തന്നെ ഞാൻ ഗെയിം കളിച്ചേനെ, സ്ട്രോങ് ആയിട്ട് തന്നെ കളിച്ചേനെ. കാരണം ആ വീട്ടിൽ എനിക്കും ജാസ്മിനെതിരെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ആയുധമായിട്ടുണ്ടായിരുന്നതിൽ ഏറ്റവും വലിയ ആയുധം ജാസ്മിനും ഞാനും എനിക്ക് ജാസ്മിനും ആയിരുന്നു. അതിലൊരാൾ പോയി കഴിഞ്ഞാൽ മറ്റേ സ്ട്രോങ് ആവുന്നുള്ളത് വളരെ നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അങ്ങനെ ഈ ജാസ്മിൻ ഗബ്രി കോംബോ പോലെ തന്നെ ഒരു കോംബോ ആയിരുന്നു ഗബ്രി റസ്മിൻ കോംബോ. പക്ഷെ അത് അധികം മാത്രം ശ്രദ്ധിക്കപ്പെട്ടില്ല. എന്തുകൊണ്ടായിരിക്കും? അത് അല്ല, ജാസ്മിൻ ഗബ്രി കോംബോന് നല്ല രീതിയിൽ കിട്ടുന്നതുകൊണ്ടായിരിക്കാം, നല്ല രീതിയിലുള്ള ഒരു സ്ക്രീൻ സ്പേസ് അല്ലെങ്കിൽ നല്ല രീതിയിലൊരു അറ്റൻഷൻ കിട്ടുന്നതുകൊണ്ടായിരിക്കാം റസ്മിനായിട്ട് എനിക്കൊരു കോംബോ ആയിരുന്നില്ല. ഞാൻ ഒരിക്കലും ഈ പറയുന്ന ജാസ്മിനായിട്ടുള്ളതിനെയോ റസ്മിനായിട്ടുള്ളതിനെയോ മറ്റൊരാളായിട്ടുള്ളതിനോ കോംബോ എന്നുള്ളൊരു വാക്ക് വെച്ച് വിശേഷിപ്പിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ ഒരിക്കലും കോംബോ പിടിക്കണം എന്ന് വിചാരിച്ചിട്ട് ആരുടെ അടുത്തും ആ വീട്ടിൽ സംസാരിച്ചിട്ടില്ല. കോംബോ പിടിക്കാനായിരുന്നെങ്കിൽ എനിക്ക് ഏറ്റവും നല്ല കോംബോ ആയിട്ടുണ്ടായിരുന്നത് ജിൻഡോ ചേട്ടനായിരുന്നു. ഞാൻ ആദ്യം തന്നെ ജിൻഡോ ചേട്ടൻ്റെ കൂടെ ഒരു കോംബോ പിടിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന സൈബർ ആക്രമണങ്ങളും ഉണ്ടാവില്ലായിരുന്നു, ഈ പറയുന്ന ഇത്രയും ക്രിറ്റിസിസം ഉണ്ടാവില്ലായിരുന്നു. നല്ല രീതിയിൽ ഗെയിം മുമ്പോട്ട് പിടിച്ച് നമുക്ക് രണ്ടുപേർക്കും സ്ട്രോങ് ആയിട്ട്, ഞങ്ങൾ രണ്ടുപേരും ഇന്റലിജന്റ് ആയിട്ടും സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ്, നമുക്ക് നല്ല രീതിയിൽ ഗെയിം പിടിച്ച് പോകുമായിരുന്നു. ഇത് ഒരിക്കലും ഒരു കോംബോ പിടിക്കാനുള്ള ഒരു ആയിരുന്നില്ല. വളരെ നാച്ചുറൽ ആയിട്ട് വളരെ ഓർഗാനിക് ആയിട്ട് തോന്നിയിട്ടുള്ള ഇമോഷൻസിന്റെ പുറത്തുള്ള ബന്ധങ്ങൾ മാത്രമാണ്. റസ്മിൻ എൻ്റെ വളരെ വളരെ ക്ലോസ് ആയിട്ടൊരു ഫ്രണ്ടാണ്. റസ്മിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ബ്രോ വൈബ് കിട്ടിയിട്ടുള്ളത് എനിക്ക് റസ്മിൻ്റെ അടുത്ത് നിന്നാണ്. എന്തും നമുക്ക് ഷെയർ ചെയ്യാം. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാലും ട്രിഗേർഡ് ആവാതെ നമ്മളെ ലിസൺ ചെയ്യുന്ന ഒരാളായിരുന്നു റസ്മിൻ. അതിന് ശ്രദ്ധ കിട്ടിയിട്ടില്ല എന്ന് ചോദിച്ചാൽ ശ്രദ്ധ ആവശ്യത്തിലധികം കിട്ടിയിട്ടുണ്ട്. ആ ശ്രദ്ധ കിട്ടിയതുകൊണ്ടാണ് അതിനെ പോലും വളച്ചൊടിക്കാനുള്ള അവസരങ്ങൾ ആ വീട്ടിലുണ്ടായത്. അതുകൊണ്ട് അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. രണ്ടുപേരും എനിക്ക് ഒരുപോലെ തന്നെയാണ്. രണ്ടുപേരും എനിക്ക് വളരെ വേണ്ടപ്പെട്ടവർ തന്നെയാണ്. ശരി, ജിൻഡോയെ കുറിച്ച് പറഞ്ഞു. ജിൻഡോ ഏതോ ഒരു നിമിഷത്തിൽ ഗബ്രിയെ കുറിച്ച് ബോഡി ഷെയിം നടക്കം വലിയ ചർച്ചയായിരുന്നു ആ ഹൗസിനകത്ത്. ഇനി ജിൻഡോ പുറത്തിറങ്ങി കഴിഞ്ഞാൽ സൗഹൃദം തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഗബ്രി? തീർച്ചയായിട്ടും ആ വീട്ടിൽ ഞാൻ എല്ലാവരുടെ അടുത്തും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എല്ലാവരും പരസ്പരം ഒരുപാട് അവസരങ്ങളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഗെയിമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഗെയിമിൽ നിന്നും നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മളെല്ലാവരും സുഹൃത്തുക്കളാണ്, നമ്മളെല്ലാവരും കുടുംബം പോലെ ജീവിച്ചവരാണ്. അതിലൊരാളോടൊരു വിവേചനം വെച്ച് പുലർത്തേണ്ട ഒരു ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരാളോടൊരു ദേഷ്യവും വിദ്വേഷവും ഒന്നും വെച്ച് പുലർത്തേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് എൻ്റെ നിലപാടും. ഞാൻ ഇറങ്ങിയ സമയത്ത് ഞാൻ എല്ലാവരുടെ അടുത്തും പേരെടുത്ത് വിളിച്ചിട്ട് തന്നെയാണ് സംസാരിച്ചത്. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഒന്നൊരു പ്രശ്നമില്ല. എൻ്റെ ദേഷ്യവും എൻ്റെ വിദ്വേഷവും അല്ലെങ്കിൽ എനിക്കുണ്ടായിരുന്ന ഒരു ഹേറ്റഡ് എല്ലാം ആ വീടിൻ്റെ പടിയിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഗബ്രി ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. അതുകൊണ്ട് ജിൻഡോ ചേട്ടന് മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒരു വിവേചനം അവിടെ ഉണ്ടാവില്ല. ഹീസ് ഓൾസോ എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ഒരു ആവശ്യം വന്നാൽ വിളിച്ചു കഴിഞ്ഞാൽ വരുന്ന ഒരാളാണ് ജിൻഡോ ചേട്ടൻ എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ ജിൻഡോ ചേട്ടന് മാറ്റിയെടുത്തേണ്ട ഒരു ആവശ്യമില്ല. ശരി, ഇനിയൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഗെയിം പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? ഇനിയൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ 110% ഞാൻ ആ വീട്ടിലേക്ക് ചാടി കയറി പോകും. കാരണം എനിക്ക് ഗെയിം കളിക്കാൻ അത്ര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അവിടെ നിൽക്കാനും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അത്രയും നല്ല രീതിയിൽ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഇനിയൊരു ഗെയിം കളിക്കാൻ എനിക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ, ഇത്രയും നാൾ ഞാൻ ഗെയിം കളിച്ചിട്ടില്ലെങ്കിൽ ഇനി ഞാൻ ചെന്നാൽ ഞാൻ ഗെയിം കളിക്കും, സ്ട്രാറ്റജൈസ് ചെയ്ത് കളിക്കും. വ്യക്തമായിട്ട് ആരെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ പ്രോപ്പറായിട്ട് എനിക്ക് ഒരുപാട് എന്താ പറയുക ഔട്ട്സൈഡ് നോളജ് കിട്ടും. ഈ വൈൽഡ് കാർഡ് എൻട്രി പോലെ പോകുന്ന സമയത്ത് നമുക്ക് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്, പുറത്തുനിന്നുള്ള നോളജ് ഉണ്ട്, ഓരോരുത്തരുടെയും ഗെയിം പ്ലാനുകളെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. ഇനി ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നാൾ കണ്ട ഗബ്രീനെ ആയിരിക്കില്ല ആ ഹൗസിൽ കാണാം. പക്ഷെ പോവില്ല, അതാണ് അതിൻ്റെ ഒരു സത്യം. പക്ഷെ പോകാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ, ഹൈപ്പോത്തറ്റിക്കലി അങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഓബ്വിയസ്ലി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഗെയിം ആയിരിക്കും കാണാൻ പോകുന്നത്.
ഗെയിം കളിക്കും ഞാൻ. ഇത്ര നാൾ ഞാൻ ഗെയിം കളിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ട് എൻ്റെ നാച്ചുറൽ ഓർഗാനിക് പ്രോസസ്സിൽ മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇനി പോയാൽ വ്യക്തമായിട്ട് എന്നിലുള്ള ഗെയിമർ എന്താണെന്നുള്ളത് മലയാളി പ്രേക്ഷകർ കാണും. ഈ പല സമയങ്ങളിലും പല ഘട്ടങ്ങളിലും മാനസികമായി ബുദ്ധിമുട്ടുണ്ടായ ആളുകൾ അവിടെ ഒരുപാടുണ്ട്. ഗബ്രി അടക്കം പല സമയങ്ങളിലും മാനസിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. ആ സമയത്ത് കൃത്യമായ വൈദ്യസഹായം ലഭിച്ചിരുന്നു, അല്ലെങ്കിൽ ആവശ്യമായ വേണ്ട വൈദ്യസഹായം ലഭിച്ചിരുന്നു അവിടുന്ന്? ഡിലേ വന്ന പോലെ എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് പല അവസരങ്ങളിലും. അതായത് വൈദ്യസഹായം ചോദിച്ചാൽ അവർക്ക് ക്യാമറയിൽ കാണുമ്പോൾ അവർക്ക് അത്യാവശ്യമെന്ന് തോന്നുന്നതിനോട് മാത്രമാണ് അവർ റെസ്പോണ്ട് ചെയ്തിരുന്നത്. പിന്നെ റെസ്പോണ്ട് ചെയ്യുന്നതിന് ഒരു ഡിലേ ഉണ്ടാവും, കാരണം ഡോക്ടേഴ്സ് വരാനായിട്ടുള്ളൊരു ഡിലേ ഉണ്ടായിരുന്നു. ഞാൻ സൈക്കോളജിസ്റ്റിനെ ചോദിച്ച സമയത്ത് ഞാൻ കുറച്ച് നാൾ ചോദിച്ചതിന് ശേഷം ഫൈനലി ഞാൻ ബ്രേക്ക് ഡൗൺ സിറ്റുവേഷനിലേക്ക് എത്തി. എനിക്കത് അത്യാവശ്യമാണ് എന്ന് തോന്നിയ ഒരു അവസരത്തിലാണ് അവർ എനിക്ക് സൈക്കോളജിസ്റ്റിനെ തന്നത്. ചിലപ്പോൾ അതിന് മുമ്പ് തന്നിരുന്നെങ്കിൽ എനിക്ക് അത്രയും ഒരു ബ്രേക്ക് ഡൗൺ സിറ്റുവേഷനിലേക്ക് ഞാൻ പോവില്ലായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ അവിടെ ഒരു അവഗണന ഉണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള കൺസിഡറേഷനും എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള മെഡിക്കൽ സപ്പോർട്ടും ആ വീട്ടിൽ കിട്ടുന്നുണ്ട്. ചെറിയ ചെറിയ ഡിലേകൾ വരുന്നുണ്ടെന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ശരി, വളരെ ചുരുങ്ങിയ വാക്കിൽ ഒരു ചോദ്യം. ഇന്ന് കാണും ഗബ്രി ജോസ് എന്ന നടനെ വെള്ളിത്തിരയിൽ വളരെ വേഗം ഉണ്ടാകുമോ? അത് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കേണ്ടത് ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ബാക്കിയുള്ള സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യൻസും ആണ്. എന്നെ എത്രയും പെട്ടെന്ന് ഒരു സിനിമയിൽ കാസ്റ്റ് ചെയ്യാൻ, എൻ്റെ ടാലൻസ് കാണിക്കാനുള്ള ഒരു അവസരം എനിക്ക് തരാം. നല്ല നല്ല സിനിമകളുടെ ഭാഗമാണെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെ ഒക്കെ കൂടെ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. മലയാള സിനിമയിൽ നല്ല നടൻ എന്നറിയപ്പെടുന്ന ഭയങ്കര ആഗ്രഹമുണ്ട്. എത്രയും പെട്ടെന്ന് കാണട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും എല്ലാം. തീർച്ചയായും അങ്ങനെ തന്നെ സാധിക്കട്ടെ. എന്തായാലും നല്ലൊരു നടനായി വീണ്ടും വെള്ളിത്തിരയിലേക്ക് വളരെ വേഗം എത്താൻ ഗബ്രി ജോസിന് സാധിക്കട്ടെ. എന്നാലും ഇത്രയും നേരം ഞങ്ങൾക്കൊപ്പം അതിഥിയായി ചേർന്നതിന്, കൃത്യമായ വിമർശനങ്ങൾക്ക്, വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞതിന് വളരെയധികം നന്ദി. നമസ്കാരം.